പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സാക്ഷിയ ദൈവം എന്നെ നിർത്തിയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവാണെങ്കിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പൂജാമുറിയിൽ ചെന്ന് ഹൈന്ദവ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് 1 മണിക്കൂർ അതിൻ്റെ മുമ്പേ പ്രാർത്ഥനയും സ്തുതിയുമായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങി ബാക്കി ജോലികൾ ചെയ്യാൻ അനുവാദം നൽകിയിരുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തുടർന്ന് കണ്ടിരുന്നു. പൂജാശക്തികൾ നേർച്ച കാഴ്ചകളൊക്കെ നടത്തി ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എപ്പോഴും ഈ ഹൈന്ദവ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഏത് വേദനകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാൽ ഈ ദൈവങ്ങളെ മാത്രമാണ് ഞങ്ങൾ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ ആയിരുന്ന സമയത്ത് എൻ്റെ 3ാമത്തെ സഹോദരൻ വർഷങ്ങൾ കൊണ്ട് തലവേദനയുടെ ഭാരത്താൽ ആയിരുന്നു. ആ സമയം ഓരോ ദിവസം അവൻ തലവേദന വരുമ്പോൾ ഡോക്ടറോട് ചെന്ന് ടാബ്ലറ്റ് വാങ്ങിച്ച് ഓരോ ദിവസം കഴിച്ച് അങ്ങനെ തള്ളി നീക്കുകയായിരുന്നു. അവൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം പ്രയാസമായിരുന്നു, പഠിക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടായി. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ദിവസം അവനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർ ഞാൻ എൻ്റെ തലവേദന മാറ്റാൻ ഒരു ഡോക്ടറോട് കൊണ്ട് നിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവൻ പോകാൻ തയ്യാറായില്ല. എൻ്റെ വിദ്യാഭ്യാസം പ്രയാസമായിരുന്നു, പഠിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ദിവസം തള്ളി നീക്കി ഈ എക്സാം വരുന്ന സമയങ്ങളിൽ അവൻ ശരിക്കും പഠിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ പ്രയാസപ്പെട്ട് ഇതെല്ലാം കണ്ട ആ ട്യൂഷൻ ടീച്ചർ അവനെ ഞാൻ നിന്നെ ഒരു ഡോക്ടറോട് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് ഒരു ദിവസം അവനെ വിളിച്ചുകൊണ്ട് പോയി. അവർ ഒരു പെന്തക്കോസ് അനുഭവമുള്ള ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ അവർ വിളിച്ചുകൊണ്ട് പോയി. ആ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെ അവനെ അവിടെ കയറ്റി ബാക്ക് സീറ്റിൽ അവനെ ഇരുത്തി. പക്ഷേ അവൻ അവിടെ നോക്കിയപ്പോൾ അവന് അവിടെ എന്ത് സംഭവിക്കുന്നു, എന്ത് നടക്കുന്നു ഒന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ആരാധനയിൽ അവൻ പങ്കെടുത്തിട്ടില്ല. എന്നാലും അവൻ്റെ ടീച്ചർ പറഞ്ഞതനുസരിച്ച് അവിടെ അവൻ മൗനമായിരുന്നു, ഒന്നും അറിഞ്ഞുകൂടാ. ആ ദിവസം മെസ്സേജ് പറയുവാൻ വേണ്ടി വന്ന ദൈവദാസൻ പെട്ടെന്ന് പുറകോട്ട് നടന്നു വന്ന് അവൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് 8 വർഷം കൊണ്ട് മാറാത്ത ഒരു തലവേദന ദൈവം ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നതെന്ന് ആലോചന പറയുവാൻ ഇടയായി. ആ നിമിഷം തന്നെ അവൻ്റെ തലയിൽ വലിയൊരു കരമിങ്ങി പതിക്കുന്നതായും ആ തലവേദന അപ്പോൾ തന്നെ വിട്ടുമാറുന്നതായി അവൻ അനുഭവപ്പെട്ട് താൻ അവിടെ തന്നെ ദൈവിക ശക്തി പ്രാപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവൻ തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ രാത്രികാലങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു കറുത്ത രൂപം എന്നെ വന്ന് ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് എന്നെ ഞെക്കുന്ന ഒരു അവസ്ഥ. രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിയില്ല. ഞാൻ അസ്വസ്ഥരായി എഴുന്നേറ്റിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആ ദിവസങ്ങളിൽ എൻ്റെ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് ഭവനത്തിൽ വരുമായിരുന്നു. അവൻ ഓരോ ദിവസം മുട്ടുകുത്തിയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ. പക്ഷേ എനിക്ക് ആ പ്രാർത്ഥനയിൽ ഒന്നും വിശ്വാസമില്ല, അത് കേൾക്കുവാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി അവൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. അങ്ങനെ എപ്പോഴും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് രാത്രി ഏകദേശം 12 മണിയായപ്പോൾ ഇങ്ങനെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് വരുന്ന ആ കറുത്ത രൂപം എൻ്റെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഞെക്കുവാനിടയായി. ഞാൻ നിലവിളിച്ച് കരയുന്ന ഒച്ച അവൻ കേട്ടു. അങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കണ്ടേ. ഇങ്ങനെ ഞാൻ പറയണ്ടേ, ഓരോ ദിവസം ഇങ്ങനെ ഒരു കറുത്ത രൂപം വന്ന് എന്നെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് പ്രയാസമാണ് ഉറങ്ങാൻ. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഓരോ ദിവസം ഉറക്കം നഷ്ടപ്പെട്ട് ഞാൻ ഉറക്കമില്ലാതെ എനിക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല എന്ന് എൻ്റെ സഹോദരനോട് ഇങ്ങനെ പറയുവാൻ ഇടയായി. പെട്ടെന്ന് എൻ്റെ സഹോദരൻ അവിടെ മുട്ടുകുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. എൻ്റെ തലയിൽ കൈവച്ചിട്ട് അവൻ ശക്തമായി പ്രാർത്ഥിച്ച്. അപ്പോൾ ദൈവിക ശക്തി എൻ്റെ ശരീരത്തിറങ്ങുവാനും ഭയം എന്നെ വിട്ട് മാറുവാനിടയായി. അങ്ങനെ അവൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം എൻ്റെ സഹോദരൻ
ഉണർന്ന് രാവിലെ എഴുന്നേറ്റ് കടന്നു പോകുവാനിടയായി. പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ ദിവസവും സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുവാൻ ഇടയായി. എന്നാൽ എന്റെ സഹോദരൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വേദപുസ്തകം എന്റെ കയ്യിൽ കൊണ്ട് തന്നു. ഇത് നീ പ്രാർത്ഥിക്കണം, ഇത് വെച്ച് പ്രാർത്ഥിക്കണം, ഇതിലെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ഓരോ ദിവസം ഓരോ സങ്കീർത്തനം വായിച്ച് നീ പ്രാർത്ഥിക്കണം, അപ്പം നിന്റെ ഭയം വിട്ടുപോകും. പ്രത്യേകമായി നീ 91 സങ്കീർത്തനം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അപ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പറ്റും, നിന്റെ ഭയമെല്ലാം നിന്നെ വിട്ടു മാറും എന്ന് പറയുവാനിടയായി. അങ്ങനെ അത് ഞാൻ കേട്ടുവെങ്കിൽ വേദപുസ്തകം വായിച്ച് ഒരു ഭാഗത്ത് അങ്ങ് വെച്ചിട്ട് പിന്നെ വേദപുസ്തകം തുറന്നു നോക്കിയില്ല. എനിക്ക് വിടുതൽ കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കണ്ട, ദൈവത്തോട് പറയണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ വേദപുസ്തകം മാറ്റി വെച്ച് അതിൽ പിന്നെ ഞാൻ എടുത്തു നോക്കിയത് പോലുമില്ല. അങ്ങനെ കുറെ ദിവസം സ്വസ്ഥമായി ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഞാൻ വീണ്ടും അതുപോലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ പെട്ടെന്ന് ആ കറുത്ത രൂപം വന്ന് എൻ്റെ കഴുത്തിനെ ഇങ്ങനെ ഞെക്കുവാനിടയായി. അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ വീണ്ടും ഞാൻ അലറി വിളിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ സഹോദരൻ തന്നെ ആ വേദപുസ്തകം എടുത്ത് ഞാൻ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് 91 സങ്കീർത്തനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞ് ആ ഓർമ്മ വന്ന് പെട്ടെന്ന് ഞാൻ ആ 91 സങ്കീർത്തനം എടുത്ത് വായിക്കുവാനിടയായി. വായിച്ചപ്പോൾ അതിൽ 5-ാം വാക്യം മുതൽ വായിച്ചു തുടങ്ങി. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കുവാനില്ല എന്ന വചനം ഞാൻ വീണ്ടും വീണ്ടും വായിക്കുവാനിടയായത് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ആ വാക്യം വീണ്ടും വീണ്ടും ഞാൻ വായിച്ചു തുടങ്ങി. എന്നാൽ അത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ദൈവിക ശക്തി എൻ്റെ ശരീരത്തിൽ ഇറങ്ങി. അത് ഞാൻ അനുഭവിക്കാൻ പെട്ടെന്ന് ഒരു തണുപ്പിന്റെ അനുഭവം അനുഭവപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വരുന്നതായി ഞാൻ അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പിന്നെ ആ ശക്തി എന്നെ തൊട്ടില്ല, എന്നെ രാത്രികാലം ഉപദ്രവിക്കാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ വായിച്ചാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നുറങ്ങിയാണ്. പെട്ടെന്ന് രാത്രി ഏകദേശം 12 മണിയായപ്പോൾ എൻ്റെ കരത്തിൽ ഞാൻ വെച്ചിരുന്ന ആ ബൈബിൾ പെട്ടെന്ന് ഒരു കരം വന്ന് അതിനെ വലിച്ച് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ ബൈബിൾ പിടിച്ച് വലിക്കുന്നത്? അത് എൻ്റെ കയ്യിൽ നിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഞാൻ അവർ വഴക്ക് പറയുവാനിടയായി. പെട്ടെന്ന് അവർ ചാടി എണ്ണീറ്റ് പറഞ്ഞ്, എനിക്ക് ഈ ബൈബിൾ എനിക്ക് ഇഷ്ടമല്ല, ഇത് പ്രാർത്ഥിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് നേരെ ഓപ്പോസിറ്റായി തിരിഞ്ഞ് കിടന്നുകൊണ്ട് ഞാൻ ബൈബിൾ ചേർത്ത് പിടിച്ച് ഞാൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ചെറിയൊരു മയക്കത്തിലായിരുന്നു. അപ്പോൾ വീണ്ടും ആ ബൈബിളിനെ ഒരു കരം വന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു കറുത്ത കരം എന്നെ രാത്രി കാലങ്ങളിൽ വന്ന് ഉപദ്രവിക്കുന്ന ആ കറുത്ത കരമായിരുന്നു ആ ബൈബിളിനെ പിടിച്ച് വലിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വേദപുസ്തകം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ആ പിശാചിന് എന്നെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും ആ ബൈബിളെ എടുത്ത് സ്തോത്രം ഞാൻ അതിലെ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി. വീണ്ടും ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. അന്ന് മുതൽ ഞാൻ ഓരോ ദിവസം വേദപുസ്തകം വായിച്ച് പിന്നെ എന്നെ ഉപദ്രവിക്കുന്ന ആ കറുത്ത രൂപ എന്നെ ഒരിക്കലും തിരികെ വന്ന് ഉപദ്രവിച്ചിട്ടില്ല. അന്ന് മുതൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒരു വിടുതൽ പ്രാപിച്ച് എൻ്റെ ശരീരം ഭാരമെല്ലാം മാറി ഒരു കരിയിലയുടെ അനുഭവം പോലെ ആയിത്തീർന്ന് ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ബൈബിൾ വായിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രഹസ്യമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പരസ്യമായി എനിക്ക് ഒരു ആരാധനയ്ക്കൊന്നും പോകാൻ കഴിയുന്നില്ല. എൻ്റെ പിതാവിനും മാതാവിനും ഇതിൽ ഈ വിശ്വാസത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ രഹസ്യമായി 8 വർഷം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ സമയത്താണ് ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ച് വളർന്നതെങ്കിൽ കേരളത്തിലേക്ക് വിവാഹത്തിനെ കടന്നു വന്നു. അവിടെ വന്നപ്പോൾ എൻ്റെ വിവാഹാലോചനകൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വന്നു. ആ വ്യക്തിയുമായി എൻ്റെ വിവാഹം ഉറപ്പിക്കുവാനിടയായി. എന്നാൽ ഞാൻ ആ വ്യക്തികൾ ഏറ്റവും ഹൈന്ദവ വിശ്വാസത്തിൽ വളർന്ന ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു.
കുടുംബമേ അവർ ഹൈന്ദവ വിശ്വാസത്തിലെന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇങ്ങനെ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുവാനല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലിനെയാണ് കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ താമസിച്ചിരുന്നത്. ചേച്ചിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു കുടുംബം താമസിക്കുന്ന, അവിടെ ഒരു ദൈവദാസൻ സ്ഥിരമായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീടാണ് ഭവനം. അവർ ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും അവരുടെ ആ വീട്ടിലുള്ള മാതാവ് ഒരു ദൈവവിശ്വാസിയായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാതാവായിരുന്നു. അങ്ങനെ അവിടെ ഒരു ദിവസം ആരാധന ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് ആരാധന ശബ്ദം കേട്ട് ഞാൻ അവിടേക്ക് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച്, പക്ഷെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ചേച്ചി അതിന് അനുവാദം തരില്ല. അവർക്ക് ഏറ്റവും വെറുപ്പായിരുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. അവർ ഉറച്ച ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് അവിടേക്കൊന്നും ഇനി കടന്നു പോകുവാൻ അനുവദിക്കുകയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഇങ്ങനെ TV കാണുവാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ചെന്ന് ആരാധനയിൽ കയറി അവിടെ പങ്കെടുക്കുവാൻ ഇടയായി. അപ്പോൾ അവിടെ ഒരു ഏറ്റവും പ്രായമുള്ള ഒരു ദേവദാസനാണ് ശുശ്രൂഷിക്കുന്നത്. പെട്ടെന്ന് ആ ദേവദാസൻ എന്നെ കണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പം ആ ദേവദാസനോട് ഞാൻ എൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. അപ്പം ദേവദാസൻ പറഞ്ഞു, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു എന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നീ വന്നപ്പോൾ തന്നെ എന്നോട് സംസാരിച്ചു എന്ന് പറയുവാനിടയായി. ഞാൻ അവിടെ ഇരുന്നു ആരാധന തീർന്നു. ആ ദേവദാസനോട് ചെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വിവാഹം കഴിക്കുവാൻ വന്ന വ്യക്തി ഏറ്റവും ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അത് താല്പര്യമില്ല. ദേവദാസനെ, ആ ദേവദാസന് ഏറ്റവും സ്നേഹമുള്ള ഒരു ദേവദാസനായിരുന്നു. ഇപ്പോൾ എന്നെ കുഞ്ഞെ കുഞ്ഞെ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. ആ ദേവദാസനോട് ഞാൻ ഇങ്ങനെ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, നീ അത് വേറെ അത് വേണ്ട എന്ന് പറയണ്ട, പക്ഷേ നിനക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ ഇപ്പോൾ സമ്മതിക്കണം, ആ വിവാഹം നടക്കും. നിന്നേക്കാൾ വിശ്വാസത്തിൽ ഉറച്ച ഒരു വ്യക്തിയെ ദൈവം മാറ്റിയെടുക്കും. അനേകം രാജ്യങ്ങളിലും ലോകമെമ്പാടും തൻ്റെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു വ്യക്തിയെ ദൈവം ആ വ്യക്തിയെ മാറ്റി തീർക്കും, നീ ഭാരപ്പെടണ്ട എന്ന് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞയക്കാനിടയായി. ഞാൻ അപ്പോൾ തന്നെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ ഇഷ്ടമാണ് അതെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വിവാഹം കഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് എൻ്റെ വിശ്വാസം പ്രകടിപ്പാൻ എനിക്ക് അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. അതേപോലെ തന്നെ ഞാൻ അവിടെ കടന്നു ചെന്നു. ഞാൻ അവിടെ വിവാഹം കഴിഞ്ഞ് പോയി 14ാമത്തെ ദിവസം ഞാൻ അർദ്ധരാത്രി എഴുന്നേറ്റ് ഞാൻ ഒരിടത്തിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വിവാഹം കഴിച്ച എൻ്റെ ഹസ്ബൻഡ് അത് കാണുവാൻ്റെ പെട്ടെന്ന് ദേഷ്യം തോന്നി, നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. താൻ ക്രിസ്തീയ ഒരു വിരോധിയാണ്, ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നവരാരെയും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ കൊല്ലുവാനുള്ള ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ എന്നെ ഉപദ്രവിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് പുറത്ത് ഏതെങ്കിലും ആരാധനാലയത്തിൽ ചെന്ന് എനിക്ക് സ്വസ്ഥമായിരുന്നു ആരാധിക്കണം എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു ദിവസമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു ഡ്രസ്സുകളൊക്കെ വച്ചിരിക്കുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്ന ഒരു ഇരുമ്പിലുള്ള ഒരു പെട്ടിയായിരുന്നു. ആ പെട്ടിക്കകത്ത് ഒരു വേദപുസ്തകം ഇരിക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് അതിനെ എടുത്ത് അമ്മയോട് ചെന്ന് ചോദിച്ചു, ഈ വേദപുസ്തകം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത് എൻ്റെ ഇളയ മകന് ഇങ്ങനെ ക്യാൻസർ എന്ന രോഗം വന്നപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഓപ്പറേഷൻ്റെ അവസ്ഥ എത്തിയപ്പോൾ അവിടെ ദേവദാസന്മാർ കടന്നു വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മകൻ മരിച്ചുപോയ അവസ്ഥയും ദൈവം വിടിയിച്ച അവസ്ഥയും
ദൈവദാസന്മാർ അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ മരിച്ച ആ ബോഡിയിൽ ജീവൻ കൊടുത്ത അവസ്ഥയിൽ എന്നോട് പറയുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ചർച്ചിൽ പോകാത്തത്, ഈ സാക്ഷ്യമൊക്കെ പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ ചുറ്റിലും അവരുടെ ബന്ധുക്കളെല്ലാം ഹൈന്ദവ വിശ്വാസികളാണ്, കുടുംബക്ഷേത്രം തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല, ബന്ധുക്കൾ ചർച്ചക്കാർ എല്ലാം എന്നെ ആക്ഷേപിക്കും, അവർ ചിലപ്പോൾ വഴി മുടക്കും, വഴിയൊന്നും തരില്ല, മിണ്ടുകയില്ല, അവർ ഞങ്ങളെ അടുപ്പിക്കുകയില്ല, പിന്നെ അവർ വിരോധികളാവും എന്നൊക്കെ പറയുവാനിടയായി. എന്നാലും ഞാൻ പറഞ്ഞു, ദൈവം തന്നു വിടുതലാണ്, അത് നിങ്ങൾ മറച്ചു വയ്ക്കാൻ പാടില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ചർച്ചിൽ പോകണം, ദൈവത്തെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ശരി പോകാം, ഞാൻ ആദ്യം ഇവിടെ അടുത്ത് ഒരു CSI ചർച്ചുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ച് അങ്ങനെയെങ്കിലും പോകാമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയോടൊപ്പം, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്, അമ്മയോടൊപ്പം ഞാൻ ഇങ്ങനെ ആ CSI ചർച്ചിൽ കടന്നു പോകാനിടയായി. പക്ഷേ കുറച്ച് ദിവസം അവിടെ കടന്നു പോയെങ്കിലും എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിച്ച് ഇതല്ല ശരിയായ ആരാധന എന്ന് ദൈവം സംസാരിക്കാനുണ്ട്. അങ്ങനെ ആയിരുന്നപ്പോൾ ആ CSI ചർച്ചിലുള്ള ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നെ തൻ്റെ ഭവനത്തിൽ ഒരു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരമാകുമ്പോൾ ഒരു പെന്തക്കോസ്ത് ദേവദാസൻ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതും അവിടെ ആരാധന ഓരോ ദിവസം നടന്നു വരുന്നതുമായ ഒരു അനുഭവം ഞങ്ങൾ കാണുവാനിടയായി. അവർ ഞങ്ങളെ വന്ന് വിളിച്ചു, ഈ ആരാധനയ്ക്ക് പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ആരാധനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. അവിടെ വെച്ച് തന്നെ പലപ്പോഴുമായി ദൈവാത്മാവ് സംസാരിച്ച് പല ദൈവാലോചനകൾ എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ദൈവത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുത്ത് അങ്ങനെ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാതെ ഇങ്ങനെ ഭാരപ്പെട്ട എന്നെ ദൈവം അവിടെ നിന്ന് ഓരോ വാക്കുകൾ പഠിപ്പിച്ചു, ബലപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം ചില സഹോദരിമാർ കാണത്തിൽ കടന്നു വന്ന് എന്നോട് പറഞ്ഞ്, നീ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മ പോലെ ഒരു കൂട്ടായ്മ, അവർ ഓരോ ദിവസം ഓരോ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് നിനക്ക് വേണ്ടിയാണ്, നീയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് വാക്ക് പറയണം എന്ന് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. പക്ഷെ അവർ പറഞ്ഞില്ല, നീ പ്രാർത്ഥിച്ച് തന്നെ പഠിക്കണം, ദൈവം നിന്നെ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിച്ച്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. എവിടെ നിന്നില്ലാത്ത ഒരു ശക്തി എന്നിൽ അനുഭവപ്പെട്ടു. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞ്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ നിർബന്ധിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം അവിടെ എന്നെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അധികമായി പ്രാർത്ഥിക്കുവാനും അന്യഭാഷകൾ സംസാരിച്ച് അഭിഷേകം പ്രാപിക്കുവാനും തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവത്തെ കൂടുതൽ അറിവാനിടയായി. ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ആരാധിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് പറയും, ആരാധനയാണ്, കടന്നു വരണം എന്ന് ഞാൻ ഓരോ ദിവസം പറയും. എങ്കിലും അത് കേൾക്കാതെ, നിങ്ങൾ പോകുന്നില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് വരില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അവിടെ വന്നാൽ ദൈവം നല്ല ആലോചനകൾ തന്നെ നമ്മളെ രക്ഷിക്കും എന്നൊക്കെ ഞാൻ ഓരോ ദിവസം സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും എൻ്റെ ഹസ്ബൻഡ് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ കടന്നുപോയി. ഓരോ ദിവസവും ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നുപോയി, ഹസ്ബൻഡ് വരില്ല. അങ്ങനെ ആയിരുന്നപ്പോൾ ഭവനത്തിൽ ഹസ്ബൻഡിന് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കടന്നു വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു ഞങ്ങളോട് പറയാറില്ല. സ്വന്തമായി തന്നെ അതിനെ എങ്ങനെയെങ്കിലും ആ കടഭാരം തീർക്കാമെന്ന് എത്ര ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് ഒരു വിടുതൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ആ ദിവസങ്ങളിൽ എൻ്റെ മൂത്ത കുഞ്ഞ് 1.5 വയസ്സായി. ആ സമയത്തിലാണ് ഈ ഹസ്ബൻഡ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ കിടക്കുന്ന ആ മുറിയിൽ നിന്ന് മാറ്റി വേറൊരു മുറിയിൽ കിടത്തി, താൻ ഒറ്റയ്ക്ക് ഞാൻ ഇന്ന് ഇവിടെ കിടക്കാം, നിങ്ങൾ അവിടെ കിടന്നോളെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി താൻ കടഭാരം കൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് അറിയാതെ ആ കുപ്പിയിൽ വിഷം വാങ്ങിച്ച് താൻ നേരത്തെ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഞങ്ങൾക്കറിയില്ല. അതിനെ എടുത്ത് ഇങ്ങനെ കഴിക്കുവാൻ തുടങ്ങി. കുറച്ചങ്ങ് കഴിച്ചു, മുഴുവൻ കഴിക്കുവാൻ ഇങ്ങനെ കുപ്പി എടുത്ത് വായിൽ ഒഴിക്കാൻ കുറച്ച് വായിൽ പോയെങ്കിലും ബാക്കി കുടിക്കുവാൻ പറ്റില്ല. അതിന് മുമ്പേ പെട്ടെന്നൊരു പ്രകാശം
തൻ്റെ മേൽ വെളിപ്പെട്ട് അതിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. ഒരു വലിയൊരു കരം എൻ്റെ ഹസ്ബൻഡിന്റെ തലയിൽ ഒന്ന് പതിക്കുവാനും തൻ്റെ ഈ ശരീരത്തിലെ ഭാരമെല്ലാം നീങ്ങിപ്പോവാനും താൻ കണ്ട ആ പ്രകാശത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി, എൻ്റെ കൃപ നിനക്ക് മതിയെന്നുള്ള ആ ശബ്ദം കേട്ട് താൻ പെട്ടെന്ന് വിഷക്കുപ്പി മാറ്റി എറിയാൻ്റെ ആരാണ് എന്നോട് സംസാരിച്ചത് എന്ന് താൻ ചുറ്റും നോക്കി. എന്നാൽ അത് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിച്ചതെന്ന് പിന്നെ താൻ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ദൈവം അന്ന് രാത്രി തന്നെ തൊട്ട് പിന്നത്തെ എല്ലാ ദിവസങ്ങളിൽ ഞങ്ങളോട് ആരാധനയ്ക്ക് കടന്നു വരുവാനുണ്ടായി. പക്ഷേ തലേ ദിവസം രാത്രി സംഭവിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വന്നു. ഞാൻ അപ്പോൾ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഇന്ന് ആരാധനയ്ക്ക് ഞങ്ങളുടെ കൂടെ കടന്നു വന്നുവല്ലോ. അപ്പോൾ ഒന്നും മിണ്ടില്ല. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പോകുന്ന ആരാധന ദൈവദാസൻ പറഞ്ഞു, ഇന്ന് വിജയകുമാറിന് ഒരു സാക്ഷ്യമുണ്ട്, ദൈവം എന്നോട് സംസാരിച്ച് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ആരാധന എഴുന്നേറ്റിരുന്ന് താൻ സാക്ഷ്യം പറഞ്ഞു. തലേ ദിവസം തന്നെ ദൈവം വിടുവിച്ച കാര്യം, തന്നോട് സംസാരിച്ച കാര്യമെല്ലാം പറയുവാൻ തുടങ്ങി. അങ്ങനെ ദൈവം തന്നെയും ഈ വിശ്വാസത്തിലേക്ക് കൊട്ടിയിരുത്തി. ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ, ഞാൻ പോകുന്നിടത്ത് എങ്കിലും എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അതുപോലെ കുടുംബനാഥൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു നിന്ന് പിന്നത്തേതിൽ ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ, ഈ രക്ഷയിലേക്ക് കടന്നു നിന്ന് ദൈവത്തെ മഹത്വീകരിപ്പാൻ, ദൈവത്തിന്റെ വചനം സാക്ഷി ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ അറിയിപ്പാൻ ഇവിടെയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഈ രക്ഷയെ അറിഞ്ഞ് ഇതിലേക്ക് കടന്നു വന്നു. ഞാൻ ദൈവത്തിന്റെ ആ രക്ഷ പ്രാപിച്ച് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നുവോ, നിങ്ങൾ അന്ധകാര ശക്തിയുടെ ആലല്യ പിടിയിലായിരിക്കുന്നുവോ, ആലല്യ സ്തോത്രം ചെയ്യുന്നു. ഏതൊരവസ്ഥ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ദൈവത്തെയാണ് ഹാലലുയ ഞാൻ നിങ്ങളുടെ മുമ്പേ സാക്ഷീകരിച്ചത്. നിങ്ങളുടെ ഏത് പ്രശ്നമായാലും, ഏത് കടഭാരമോ, ഹാലലുയ പ്രതികൂല ശക്തിയോ, ഏത് അന്ധകാര ശക്തിയോ, പൈശാചിക പിടിയിലായിരിക്കുന്നുവോ, ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ, എല്ലാറ്റിനും പരിഹാരം എൻ്റെ യേശു മാത്രമാണ്. കർത്താവ് യേശു ക്രിസ്തുവെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നതുപോലെ, നിങ്ങൾ ഈ കർത്താവിനെ ഹല്ലേലൂയ അറിഞ്ഞു ആ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഈ രക്ഷയിലേക്ക് കടന്നു വരുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരു വ്യക്തി ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് ഈ രക്ഷയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. അത് ഉറപ്പാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏവരും ഹല്ലേലൂയ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ഏവരും രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് ഒരു വിടുതലുണ്ട്, ഒരു രക്ഷയുണ്ട്. ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്